ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാളത്തെ 6ാം ക്ലാസ്സിലെ എക്സാം ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ന് നടന്ന മാത്സിൻ്റെ ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊക്കെ കാണുക. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി നമുക്കിതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഏകദേശം 10ഓളം ആക്ടിവിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പല വർഷങ്ങളായി വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആദ്യത്തെ ആക്ടിവിറ്റി ഒരു പോയമോ പാസേജ് എഴുതുന്ന അതിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ നമുക്കൊരു മോഡൽ നോക്കാം. എ സ്കെയർ ക്രോസ് ജോബ് ഈസ് ബിസി വൺ. സ്കെയർ ക്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വയലിലും അതേപോലെ തന്നെ പുതിയ വീടുണ്ടാക്കുന്ന കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു രൂപം കെട്ടി വെക്കുമല്ലോ, അതിനെയാണ് സ്കെയർ ക്രോസ് ജോബ് ഈസ് സ്കെയർ ക്രോ എന്ന് പറയുന്നത്. He makes the birds fly away. He keeps them from the plants that grow in the sun all day. The scarecrow keeps very busy as he works through day and night. He enjoys the sights and sounds. It makes him feel just right. Okay. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹി മേക്സ് ദ ബേർഡ് ഫ്ലൈ അവേ. ഹു ഈസ് ഹി റെഫേർഡ്? ഇതിൽ ഹി എന്ന് പറയുന്ന ആരെ കുറിച്ചാണ്? ക്രൗവിനെ കുറയാണ്, സ്കെയർ ക്രോനെ പറയുന്ന ക്രോസിനെ കുറിച്ചാണ്. അപ്പോൾ സ്കെയർ ക്രോ ഫസ്റ്റ് നമ്മുടെ ആൻസർ എന്താണ്? സ്കെയർ ക്രോ. ഇനി വാട്ട് ഈസ് ദ ജോബ് ഓഫ് സ്കെയർ ക്രോ? എന്താണ് സ്കെയർ ക്രോവിൻ്റെ ജോബ്? ഇറ്റ് മേക്സ് ദ ബേർഡ്സ് ഫ്ലൈ അവേ. അതിവിടെ തന്നെ ഹി മേക്സ് ദ ബേർഡ്സ് ഫ്ലൈ അവേ. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പോയുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും റൈമിംഗ് വേർഡ്സ് ആയിരിക്കും. നമുക്ക് 2 റൈമിംഗ് വേർഡ്സ് എഴുതാനുണ്ടാവും. അപ്പോൾ ഇവിടെ എവേ, ഡേ, ഫൗണ്ട്, അറൗണ്ട്. റൈമിംഗ് വേർഡ്സ് എല്ലാവർക്കും അറിയാമല്ലോ, ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നപ്പം എവേ, ഡേ അത് രണ്ടും വൈ എന്ന ശബ്ദത്തിലാണ് അവസാനിക്കുന്നത്. അത് റൈമിംഗ് വേർഡ്സാണ്. അതേപോലെ തന്നെ നൈറ്റ്, റൈറ്റ് ടീയിലാണ് അവസാനിക്കുന്നത്. നൈറ്റ്, റൈറ്റ്. ഓക്കെ. അങ്ങനെ ഒരുപാട് റൈമിംഗ് വേർഡ്സ് നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാം. വിച്ച് ലൈൻ സേസ് ദാറ്റ് ഇസ് ദ സ്കെയർ ക്രോ ഈസ് ഹാർഡ് വർക്ക്? സ്കെയർ ക്രോ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, ഭയങ്കര അധ്വാനിയാണെന്ന് എങ്ങനെയാണ് നമ്മൾ ഏത് ലൈനിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്? അപ്പോൾ ഇവിടെ എന്താണുള്ളത്? ആസ് ഹി വർക്ക്സ് ത്രൂ ഡേ ആൻഡ് നൈറ്റ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഹി വർക്ക്സ് ത്രൂ ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന് പരിചയപ്പെടാം. റീ അറേഞ്ച് ദ സെൻറ്റൻസ്. നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ച പാഠത്തിലെ ഈവൻസൊക്കെ തിരിച്ചും മറിച്ചും കൊടുക്കും. അപ്പോൾ നമ്മൾ ഓർഡറിലാക്കണം. വളരെ സിമ്പിളാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് അറിയപ്പെടുന്ന നമ്മൾ LKG മുതലേ പഠിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റോറി ആയിരിക്കും. അപ്പോൾ സ്റ്റോറി തിരിച്ചും മറിച്ചും അതിൻ്റെ ഈവൻസ് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാനോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനാണ് ആ ഒരു ആക്ടിവിറ്റി. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മോഡൽ നമുക്ക് നോക്കാം. റീ അറേഞ്ച് ദ സെൻറ്റൻസ് ടു മേക്ക് എ മീനിങ് ഫുൾ സ്റ്റോറി. ഇൻ ദ ലെറ്റർ ദ ബുക്ക് ഓഫ് നേച്ചർ ജവഹർലാൽ നെഹ്റു ടെൽസ് ദ സ്റ്റോറി ഓഫ് പബിൾ. അപ്പോൾ ആ ഒരു സ്റ്റോറിയിൽ എന്താണ് ജവഹർലാൽ നെഹ്റു ചാച്ചാജി എന്താ പറയുന്നത്? പെബിളിൻ്റെ സ്റ്റോറിയാണ്. ഒരു കല്ല് എങ്ങനെയാണ് ഒരു പാറക്കഷ്ണം എങ്ങനെയാണ് കല്ലായി മാറിയെന്ന് എന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ മെയിൻ ഇവൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ജംബിൾഡ് ഓൾഡ് എന്ന് പറഞ്ഞാൽ തല തിരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ബൈ റോളിംഗ് ആൻഡ് റോളിംഗ് ഇറ്റ്സ് എഡ്ജസ് ഹാഡ് വോൺ അവേ ആൻഡ് ഇറ്റ് വാസ് മെയ്ഡ് സ്മൂത്ത് ആൻഡ് ഷൈനി. വൺസ് അപ്പോൺ എ ടൈം ദ സ്റ്റോൺ വാസ് എ ബിറ്റ് ഓഫ് റോക്ക് വിത്ത് എഡ്ജസ് ആൻഡ് കോർണേഴ്സ്. ദ സീറ്റ് ബിക്കെയിം പബിൾ. The rain washed it down to the little valley and finally reached a river. It rested on some mountain side. അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇതിൽ ഫസ്റ്റ് എന്താ വരിക? വൺസ് അപ്പോൺ എ ടൈം. നമുക്ക് നോക്കാം. വൺസ് അപ്പോൺ എ ടൈം ദ സ്റ്റോൺ വാസ് എ ബിറ്റ് ഓഫ് റോക്ക് വിത്ത് എഡ്ജസ് ആൻഡ് കോർണേഴ്സ്. ഇറ്റ് റെസ്റ്റഡ് ഓൺ സം മൗണ്ടൈൻ സൈഡ്. അത് മൗണ്ടൈൻ സൈഡിൽ റെസ്റ്റ് ചെയ്തു. ദ റെയിൻ വാഷ്ഡ്, മഴ അതിനെ ഒഴുക്കി കൊണ്ടുപോയി. ടു ദ ലിറ്റിൽ വാലി ആൻഡ് ഫൈനലി റീച്ച്ഡ് റിവർ. ലാസ്റ്റ് എവിടെ എത്തി? റിവറിലെത്തി. ബൈ റോളിംഗ് ആൻഡ് ഉരുണ്ടി ഇറ്റ്സ് എഡ്ജസ് ഹാവ് വോൺ അവേ ആൻഡ് ഇറ്റ് വാസ് മെയ്ഡ് സ്മൂത്ത് ആൻഡ് ഷൈനിങ്. ദസ് ഇറ്റ് ബിക്കെയിം എ പെബിൾ. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാം. ഇനി അടുത്ത ക്വസ്റ്റ്യന്, ദ എക്കോ ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് ദ പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ ഓൺ ദ ടോപ്പിക് സേവ് വാട്ടർ. പ്രിപ്പയർ എ പോസ്റ്റർ ഫോർ ദ കോമ്പറ്റീഷൻ ഇൻക്ലൂഡ് ഹെഡിങ്, ക്യാപ്ഷൻ ആൻഡ് മെസ്സേജ് ഇൻ യുവർ പോസ്റ്റർ. അപ്പോൾ നമുക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു ചിത്രം വരയ്ക്കണം, പിന്നെ ഒരു മെസ്സേജ് എഴുതണം. സേവ് വാട്ടർ, സേവ് എർത്ത്, സേവ് വാട്ടർ, സേവ് ലൈഫ്. ഇതൊക്കെ ഓരോരോ ഓൾറെഡി കുറേ പോസ്റ്റേഴ്സ് ഇപ്പം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് എഡിറ്റിംഗ് ആണ്. വെൻ ഐ ബിക്കം ദ ഓണർ ഓഫ് ആണ് വരിക, ഇന്നല്ല ഓഫാണ് പ്രിപ്പോസിഷൻ വരിക. ഓക്കെ. വെൻ ഐ ബിക്കെയിം ദ ഓണർ ഓഫ് എ ടൈനി ലിറ്റിൽ പീസ് ഓഫ് ദിസ് വൈഡ് എർത്ത് ഐ ഫീൽ
എല്ലാം വരിക. ഐ ഫെൽറ്റ് അതിൻ്റെ ഫീലിൻ്റെ പാസ്റ്റ് ടെൻസ് ഇവിടെ നിന്ന് കണ്ടല്ലോ. വെൻ ഐ ബിക്കെയിം എന്ന് പറയുന്നത് ബിക്കെയിം അതൊക്കെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഫീൽ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഫീലിൻ്റെ പാസ്റ്റ് ടെൻസ് ഫെൽറ്റ് ആണ്, FELT. ഓക്കെ. പിന്നെ നോക്കൂ, ഇറ്റിനെന്താ മിസ്റ്റേക്ക്? ഹിറ്റ് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, ഐ. ആൻഡ് ഓൾഡ് എന്ന് പറയില്ല, ഓൾഡാണ്. AEIOU വന്ന് നമ്മൾ പുറകെ എന്ത് കൊടുക്കണം? കൊടുക്കണം. അതായത് വോവൽസിൻ്റെ പുറകെ നമ്മൾ ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നോക്കൂ, വേർ ലീവ് കുഡ് വി, ഇവിടെ ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് വി കുഡ് ലിവ് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ എഡിറ്റിങ്ങിൽ സെയിം പാറ്റേൺ ആണ് എല്ലാ വർഷവും വരലും. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, വി കുഡ് ലിവ് എന്ന് പറഞ്ഞാൽ വേർഡ് ഓർഡർ തെറ്റിച്ച് കൊടുത്തു, ആർട്ടിക്കിൾ തെറ്റിച്ച് കൊടുത്തു, ക്യാപിറ്റൽ, പിന്നെ ടെൻസ്, പ്രിപ്പോസിഷൻ. ഇനി അടുത്ത് നമുക്കൊരു കോൺവെർസേഷൻ നോക്കാം. ദ ഫാമർ വാക്ക്ഡ് ബാക്ക് ഹോം, ദ ക്രൂവൽ മെർച്ചൻ്റ് ലാഫ് വാസ് റിങ്ങിങ് ഇൻ ഹിസ് ഇയേഴ്സ്. അപ്പോൾ ഫാമർ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ക്രൂവൽ മെർച്ചൻറ്റിൻ്റെ ആ ചിരി ഇങ്ങനെ അയാളുടെ കാതുകൾ ഇങ്ങനെ മുഴങ്ങുകയാണ്. ഹി വാസ് സാഡ്, ഭയങ്കര സങ്കടമായിരുന്നു. കാർല ആസ്ക്ഡ് ഹിം ദ റീസൺ ഫോർ ഹിസ് സാഡ്നെസ്. അപ്പം കാർല ചോദിക്കുകയാണ്, എന്താ വെച്ചാൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. ഹി എക്സ്പ്ലെയിൻഡ് എവരി തിങ് ടു കാർല. അപ്പോൾ കാർലിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. അപ്പോൾ കാർല പറഞ്ഞ, ഫാദർ യു ലുക്ക് അപ്സെറ്റ്, വാട്ട്സ് റോങ്? ഫാദർ അച്ഛ താങ്കൾ വളരെ അപ്സെറ്റ് ആണല്ലോ, എന്താ കാരണം? അപ്പം അങ്ങനെ പറയണം, ഐ വാസ് ചീറ്റഡ് ബൈ എ മർച്ചൻറ്റ് ഇൻ ദ മാർക്കറ്റ്. ഞാനൊരു മർച്ചൻറ്റ് എന്നെ ചീറ്റ് ചെയ്തു, മർച്ചൻറ്റിനെ ചതിക്കപ്പെട്ടു. ഹി ടുക്ക് ഓൾ മൈ വെജിറ്റബിൾസ് ആൻഡ് പെയ്ഡ് മീ വെരി ലിറ്റിൽ. എൻ്റെ എല്ലാ വെജിറ്റബിൾസും കൊണ്ടുപോയി എനിക്ക് ആകെ കുറഞ്ഞ തുകയാണ് തന്നത്. അപ്പോൾ കാർല പറയാം, ദാറ്റ്സ് ടെറിബിൾ, ഹൗ ഡിഡ് ഹി ചീറ്റ് യു? അത് വല്ലാത്ത കഷ്ടം തന്നെ, എങ്ങനെയാണ് അദ്ദേഹം ചീറ്റ് ചെയ്തത്? ഈ ആസ്ക്ഡ് മീ ഹൗ മച്ച് ഐ വാണ്ടഡ് ഫോർ ദ വെജിറ്റബിൾ. അയാൾ ചോദിച്ചു എത്രയാണ് വെജിറ്റബിൾസിന് വേണ്ടതെന്ന്. ആൻഡ് ഐ ടോൾഡ് ഹിം 20 കോപ്പർ പേസസ്. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? എനിക്ക് 20 കോപ്പർ പെസോ മതി എന്ന് പറഞ്ഞു. ഹി അഗ്രീഡ്, ബട്ട് ദെൻ ഹി ടുക്ക് എവറിത്തിങ് ഇൻക്ലൂഡിങ് മൈ കാർട്ട്. പക്ഷേ അത് കഴിഞ്ഞ് അയാൾ എല്ലാം എടുത്ത് എൻ്റെ കാർട്ട് വരെ കൊണ്ടുപോയി. അപ്പോൾ കാർല പറയാം, ദാറ്റ്സ് സോ അൺഫെയർ, വി ഹാവ് ടു ഡു സംതിങ് ടു ടീച്ച് ഹിം ലെസൺ. അത് വല്ലാത്തൊരു പണിയാണല്ലോ, ദാറ്റ് ഈസ് സോ അൺഫെയർ, അത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ. വി ഹാവ് ടു ഡു സംതിങ്, നമുക്ക് എന്തെങ്കിലും ചെയ്യണം, ടു ടീച്ച് ഹിം ലെസൺ, അയാളൊരു ലെസൺ പഠിപ്പിക്കണം. അപ്പോൾ ഫാദർ, ഐ ഡോണ്ട് നോ കാർല, ഐ ആം ടു ടയേർഡ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് നൗ. എനിക്കൊന്നും അറിയില്ല, ഞാൻ വളരെയധികം ടയേർഡായിരിക്കുന്നു, എനിക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ തന്നെ വയ്യ. അപ്പോൾ കാർല പറയും, ഡോണ്ട് വെറി ഫാദർ, ഐ വിൽ തിങ്ക് ഓഫ് സംതിങ്. ഞാൻ എന്തെങ്കിലും ആലോചിച്ച് വഴി കണ്ടുപിടിച്ചോളാം. വി വിൽ ഷോ ഹിം ദാറ്റ് ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. അപ്പോൾ സത്യസന്ധതയാണ് ഏറ്റവും നല്ല പോളിസി എന്ന് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ്. വേറെ ഒരു പ്രീവിയസ് ഇയറിൽ വന്നതാണ്, കാർലയുമായി ബന്ധപ്പെട്ടൊരു കോൺവെർസേഷനാണ്. ഇൻ ദ സ്റ്റോറി കാർല, ദ ഫാമർ എക്സ്പ്ലെയിൻസ് എവറിത്തിങ് Carla, just it happened. The next day Carla went out with a basket full of ripe watermelons. അപ്പം ക്ലവർ കാർലയിൽ ഫാമർ ഇങ്ങനെ പറയാണ് എന്തൊക്കെ സംഭവിച്ചതെന്ന്. അടുത്ത ദിവസം കാർലയാണ് വാട്ടർമെലൺസ് ആയിട്ട് പോയത്. ഇമാജിൻ ദാറ്റ് യു മെറ്റ് ഹെർ ഇൻ ദ സ്ട്രീറ്റ്. അപ്പം നിങ്ങളാണ് ഒരു ഫ്രണ്ടാന്ന് വിചാരിക്കുക, നിങ്ങളെ മീറ്റ് ചെയ്യാണ്. അതായത് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ യു. അപ്പം നിങ്ങളും കാർലയും തമ്മിൽ എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പം മീന്ന് എഴുതുക, അല്ലെങ്കിൽ മീന്ന് എഴുതിയിട്ട്, ഹലോ കാർല, യു ഹാവ് ബാസ്ക്കറ്റ് ഫുൾ ഓഫ് വാട്ടർമെലൺസ്, വെർ ആർ യു ഹെഡഡ് എന്ന് പറഞ്ഞാൽ നീ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾക്ക് ഫുൾ ബാസ്ക്കറ്റിൽ ഫുള്ള് വാട്ടർമെലൺസ് ആണല്ലോ, നീ എവിടെ പോകുന്നത്? അപ്പോൾ കാർല പറയാം, ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിൽ പോവാണ്. ഐ വാണ്ട് ടു സെൽ ദീസ് വാട്ടർമെലൺസ് ആൻഡ് ടീച്ച് എ ഗ്രീഡി മർച്ചൻറ്റ് എ ലെസൺ. എനിക്ക് ഈ വാട്ടർമെലൺസ് ഒക്കെ മാർക്കറ്റ് കൊണ്ടുപോകണം, എന്നിട്ട് എനിക്ക് വിൽക്കണം. ആ അത്യാഗ്രഹിയായ മർച്ചൻറ്റിനെ ഒരു പാഠം പഠിക്കണം. ടീച്ച് എ ഗ്രീഡി മർച്ചൻറ്റ് എ ലെസൺ. അപ്പോൾ ഞാൻ ചോദിക്കുക, വാട്ട് ഹാപ്പൻഡ്, വൈ ഡു യു വാണ്ട് ടു ടീച്ച് ഹിം എ ലെസൺ? എന്താ സംഭവിച്ചത്? എന്തിനാണ് അയാളൊരു പാഠം പഠിപ്പിക്കുന്നത്? വൈ ഡു യു വാണ്ട് ടു ടീച്ച് ഹിം എ ലെസൺ? അപ്പോൾ കാർല പറയും, ഹി ചീറ്റഡ് മൈ ഫാദർ, അയാൾ എൻ്റെ അച്ഛനെ ചീറ്റ് ചെയ്തു. ആൻഡ് ഐ വാണ്ട് ടു ഷോ ഹിം ദാറ്റ് ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോൾ. എനിക്ക് സത്യസന്ധതയാണ് ഏറ്റവും വലുത് എന്ന് എനിക്ക് അയാൾക്ക് കാണിച്ചു കൊടുക്കണം. അപ്പം ഞാൻ പറയാണ്, ദാറ്റ്സ് എ ഗ്രേറ്റ് സ്പീഡ്. അത് നന്നായി കാർല, ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു, ഐ വിൽ നീഡ് ഇറ്റ്. ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ നമ്മൾ 2 കോൺവെർസേഷനാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി വേറൊരു ക്വസ്റ്റ്യനാണ്, തോട്ട്സാണ്. രാജ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. രാജ വാസ് മിസ്സിങ്, ഗ്രാൻഡ് ഫാദർ ഫസ്റ്റ് അപ്സെറ്റ്. രാജനെ മിസ് ചെയ്യാണ്.
മിസ്സായിപ്പോയി. ഓക്കെ, രാജ വാസ് മിസ്സിങ്. ഗ്രാൻഡ് ഫാദർ വാസ് അപ്സെറ്റ്. ഗ്രാൻഡ് ഫാദർ വളരെ അപ്സെറ്റാണ്. ദ സർവൻറ്റ് കുഡ് നോട്ട് ഫൈൻഡ് രാജ. രാജനെ എല്ലാ സ്ഥലത്തും എല്ലാവരും നോക്കി, പക്ഷെ ആർക്കും കണ്ടെത്താൻ പറ്റില്ല. കുഡ് നോട്ട് ഫൈൻഡ് രാജ. ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ടഡ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദ കോർട്ട്യാർഡ്. അപ്പോൾ ഗ്രാൻഡ് ഫാദറിന് ടെൻഷനായി. മുറ്റത്തുകൂടെ അപ്പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഹി ബിക്കെയിം സൈലൻറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് ടു പ്രേ. വളരെ സൈലൻ്റായി, പിന്നെ പ്രേ ചെയ്യാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എ ലോട്ട് ഓഫ് തോട്ട്സ് കെയിം ടു ഹിസ് മൈൻഡ്. അപ്പോൾ ഒരുപാട് ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു. വാട്ട് വുഡ് ബി ദ തോട്ട്സ് ഓഫ് ഗ്രാൻഡ് ഫാദർ? എന്തായിരിക്കും ഗ്രാൻഡ് ഫാദറിൻ്റെ തോട്ട്സ്? എന്തായിരിക്കും ഗ്രാൻഡ് ഫാദർ പറഞ്ഞു? ഹോ നോ, വേർ കുഡ് രാജ ഹാവ് ഗോൺ? എവിടെയാണ് ഈ രാജ പോയത്? വേർ കുഡ് രാജ ഹാവ് ഗോൺ? എവിടേക്കാണ് രാജ പോയത്? ഈസ് ഹി ഹൈഡിങ് ബിക്കോസ് ഹി സ്കെയർഡ് ഓഫ് മീ? അവൻ ഒളിക്കുകയാണോ? ഈസ് ഹി ഹൈഡിങ്? അവൻ ഒളിക്കുകയാണോ? ബിക്കോസ് ഹി സ്കെയർഡ് ഓഫ് മീ? എന്നെ പേടിച്ചിട്ട് അവൻ ഒളിക്കുകയാണോ? ഐ ഷുഡിൻറ്റ് ഹാവ് സ്കോൾഡഡ് ഹിം സോ ഹാർഷ്ലി. ഞാൻ അത്ര പരുക്കനായിട്ടൊന്നും അവനോടൊന്നും ചീത്ത പറഞ്ഞ്, സ്കോൾഡഡ് എന്ന് പറഞ്ഞാൽ ചീത്ത പറയുക, സോ ഹാർഷ്ലി. വാട്ട് ഇഫ് സംതിങ് ബാഡ് ഹാപ്പൻസ് ടു ഹിം? അവനിക്ക് എന്താണ് തോന്നിപ്പോയത്? പ്ലീസ് ഗോഡ് കീപ് ഹിം സേഫ്. അവനെ സേഫ് ആക്കണേ. രാജ മൈ ഡിയർ ബോയ് പ്ലീസ് കം ബാക്ക് ടു ഹസ്. രാജ, എൻ്റെ പ്രിയപ്പെട്ട മകനെ, നീ എന്നെ വേഗം തിരിച്ചു വരൂ. ഐ പ്രോമിസ് ടു ബി മോർ പേഷ്യൻ്റ് ആൻഡ് ലവിങ് ഫ്രം നൗ ഓൺ. ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാൻ ഞാൻ വളരെ ക്ഷമയുള്ളവനും നല്ല സ്നേഹമുള്ളവനും ആയിരിക്കും ഇനി മുതൽ. ഐ വിൽ മേക്ക് ഷുവർ യു ലിസൺ ടു യു ആൻഡ് അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്. ജസ്റ്റ് പ്ലീസ് കം ബാക്ക് ഹോം. ഇതൊക്കെയായിരുന്നു ഗ്രാൻഡ് ഫാദറിൻ്റെ തോട്ട്സ്. ഒന്നുകൂടി വായിക്കാം. ഓ നോ, വേർ കുഡ് രാജ ഹാവ് ഗോൺ? ഈസ് ഹി ഹൈഡിങ് ബിക്കോസ് ഹി ഈസ് സ്കെയർഡ് ഓഫ് മീ? ഐ ഷുഡിൻറ്റ് ഹാവ് സ്കോൾഡഡ് ഹിം സോ ഹാർഷ്ലി. വാട്ട് ഇഫ് സംതിങ് ബാഡ് ഹാപ്പൻസ് ടു ഹിം? പ്ലീസ് ഗോഡ് കീപ് ഹിം സേഫ്. Raja, my dear boy, please come back to us. I promise to be more patient and loving from now on. I will make sure to listen to you and understand your feelings. Just please come back home. ഇനി അടുത്തൊരു കോൺവെർസേഷനാണ്. ദ ബോയ് ഇൻ ദ സ്റ്റോറി ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ വെൻറ്റ് മിസ്സിംഗ് ആണ്. വിത്തൗട്ട് ലൂസിങ് ഹോപ്പ് ഗ്രാൻഡ് ഫാദർ ടേൺഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫാമിലി ടെമ്പിൾ ആൻഡ് സ്റ്റാർട്ട് പ്രേയിങ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ഫാമിലി ടെമ്പിളിലേക്ക് പോയിട്ട് അവിടെ പ്രാർത്ഥിക്കുകയാണ്. അറ്റ് ദാറ്റ് മൊമെൻറ്റ് ദ ബോയ്സ് അങ്കിൾ കൈം. ആ സമയത്താണ് അങ്കിൾ വരുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ്. അങ്കിള്, ഫാദർ, ഐ ആം സോറി ടു ഹിയർ ദാറ്റ് രാജ ഈസ് മിസ്സിംഗ്. ഹാവ് യു ഫൗണ്ട് എനി ക്ലൂ? അച്ഛാ, ഞാൻ വളരെ ലേറ്റായി അറിയാൻ. ഹാവ് യു ഫൗണ്ട് എനി ക്ലൂ? എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയാം, നോ, വി ഹാവ് സെർച്ച്ഡ് എവരിവർ ബട്ട് ദർ ഈസ് നോ സൈൻ ഓഫ് ഹിം. ഞങ്ങൾ ഇവിടെയൊക്കെ സെർച്ച് ചെയ്തു. വി ഹാവ് സെർച്ച്ഡ് എവരിവർ ബട്ട് ദർ ഈസ് നോ സൈൻ ഓഫ് ഹിം. ഇവിടെയൊന്നും ഒരു അടയാളവും ഇല്ല, അവൻ്റെ ഒരു ഇതും കാണുന്നില്ല. അങ്കിൾ, ഡോണ്ട് വെറി, വി വിൽ ഫൈൻഡ് ഹിം. ഒരു സങ്കടപ്പെടേണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. വി വിൽ ഫൈൻഡ് ഹിം. ഐ ഹാവ് ഓൾറെഡി ഇൻഫോംഡ് ദ പോലീസ് ആൻഡ് ദേ ആർ സെർച്ചിങ് ഫോർ ഹിം. ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്, അവർ തിരയുന്നുണ്ട്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ, ഐ ജസ്റ്റ് ഹോപ്പ് ഹീസ് സേഫ്. അവൻ സേഫായി ഇരുന്നാൽ മതി, അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഐ വാസ് സോ ഹാഷ് വിത്ത് ഹിം ഹേളി. ഞാൻ കുറച്ച് മുന്നേ അവനോട് വളരെ പരുക്കനായി ദേഷ്യപ്പെട്ടു. ഫാദർ, ഡോണ്ട് ബ്ലെയിം യുവർ സെൽഫ്. അച്ഛനെ തന്നെ കുറ്റപ്പെടുത്തണ്ട. ഡോണ്ട് ബ്ലെയിം യുവർ സെൽഫ്. രാജ നോസ് യു ലവ് ഹിം. രാജക്കറിയാം നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ട്. വി വിൽ ഫൈൻഡ് ഹിം. നമുക്ക് കണ്ടുപിടിക്കാം. ആൻഡ് ഹി വിൽ ബി ബാക്ക് ഹോം സൂൺ. അവന് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ വേറൊരു മോഡലാണ്. രണ്ട് മോഡൽ കുറച്ച് ഈസി ആയിട്ടുള്ള. ഫാദർ, എനി ന്യൂസ് അബൌട്ട് രാജ? അങ്കിൾ ചോദിക്കുകയാണ്, അച്ഛൻ എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ? അപ്പോൾ ഗ്രാൻഡ് ഫാദർ, നോ, വി കാൺ ഫൈൻഡ് ഹിം. നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്കിൾ, ഡോണ്ട് വെറി, വി വിൽ ഫൈൻഡ് ഹിം. വിഷമിക്കേണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. ഐ ഹാവ് ടോൾഡ് ദ പോലീസ്. ഞാൻ പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഗ്രാൻഡ് ഫാദർ, ഐ ആം പ്രേയിങ് ഫോർ ഹിസ് സേഫ് റിട്ടേൺ. അവൻ സുരക്ഷിതനായി തിരിച്ചു വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അങ്കിൾ, ഡോണ്ട് വെറി ഫാദർ, വി വിൽ ഫൈൻഡ് ഹിം. ഇതൊരു സിമ്പിളാണ്. ഈ ഒരു ഡിസ്ക്രിപ്ഷനാണ്, ഒരു പ്രീവിയസ് ഇയർ ആണ്. അങ്ങനത്തെ മോഡലും വരാം, ഡിസ്ക്രിപ്ഷനും വരാം. ഇതൊരു മാർക്കറ്റാണല്ലേ, പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ പിക്ചർ ഓഫ് മാർക്കറ്റ്. അപ്പോൾ ഇത് എന്തിൻ്റെ പിക്ചറാണ്? ഒരു മാർക്കറ്റിൻ്റെ പിക്ചറാണ്. ദർ ആർ മെനി സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ്. നമ്മൾ കാണുന്ന കുറേ സെല്ലേഴ്സും ഉണ്ട്, ബയേഴ്സും ഉണ്ടല്ലേ. വി ക്യാൻ സി എ വുമൺ സെല്ലിങ് ഫിഷ്. ഒരാൾ ഫിഷ് വിൽക്കുന്നു, ഒരാൾ ഫ്രൂട്ട്സ് വിൽക്കുന്നുണ്ട്. ദർ ആർ മെനി ഫിഷസ് ഇൻ ഹെർ ബാസ്ക്കറ്റ്. ആൻഡ് ദ വുമൺ സെൽസ് വെജിറ്റബിൾസ്, പൈനാപ്പിൾസ്, പൊട്ടറ്റോ എക്സെട്ര.
are in her basket. Cucumber and pumpkin are placed on the ground. The third woman is selling flowers. There are different types of flowers in her basket. അപ്പോൾ നമ്മൾ ഓരോരുത്തരെ വെച്ചിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ മാർക്കറ്റ് ആണ്. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ഇനി അടുത്തതൊരു മെർച്ചൻറ്റിൻ്റെ തോട്ടാണ്. ഓക്കെ, നമ്മൾ ക്ലവർ കാളേൻ്റെ കോൺവെർസേഷനൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യനാണ്. ഐ കാൺ ചീറ്റ് എനിബഡി ആസ് യു ഡിഡ്. അപ്പോൾ കാർല പറയാണ്, നിങ്ങൾ ചെയ്ത പോലെ മറ്റുള്ളവരെ പറ്റിക്കാൻ എനിക്ക് കഴിയില്ല. മൈ ഫാദർ ടോട്ട് മീ നോട്ട് ടു ഹാം എനിബഡി. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് ആരെയും വേദനിപ്പിക്കരുത് എന്നാണ്. ടേക്ക് യുവർ റിങ്സ് ബാക്ക്. നിങ്ങളുടെ മോതിരം എടുത്തോളൂ. സെഡ് കാർല ടു ദ മെർച്ചൻറ്റ്. അപ്പോൾ ആ ഒരു ഇൻസിഡൻ്റൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ കാർല മെർച്ചൻറ്റിനോട് പറഞ്ഞതാണല്ലേ. ദ മെർച്ചൻറ്റ് ഫെൽറ്റ് സോറി ഫോർ ഹിസ് ഗ്രീഡ്നെസ്. അപ്പോൾ അയാൾക്ക് ഭയങ്കര ഇത് പോയി, പശ്ചാത്താപം വന്ന്, അത്യാഗ്രഹം വേണ്ടിയില്ലായിരുന്നൊക്കെ തോന്നി. ഹി അഡ്മയർഡ് കാർല ഫോർ ക്ലവർനെസ്. അപ്പം കാർലയെ അയാൾ അഡ്മയർ ചെയ്യാണ്, അവളുടെ ആ ബുദ്ധിശക്തി അപാരം തന്നെ എന്നൊക്കെ അയാൾ ഇങ്ങനെ വിചാരിക്കുകയാണ്. ദ മെർച്ചൻ്റ് തോട്ട്. അപ്പോൾ അയാളുടെ തോട്ട് എഴുതാനാണ്. ഓക്കെ, ഐ ഹാവ് മെയ്ഡ് ടെറിബിൾ മിസ്റ്റേക്ക്. ഞാൻ ഒരുപാട് മിസ്റ്റേക്കൊക്കെ ചെയ്തു പോയി. മെർച്ചൻ്റ് തോട്ട് ചെയ്യാണ്, തിങ്ക് ചെയ്യാണ്. ഓക്കെ, അയാൾ ചിന്തി, ഐ ഹാവ് മെയ്ഡ് ടെറിബിൾ മിസ്റ്റേക്സ്. ബ്ലൈൻഡഡ് മൈ ഓൺ ഗ്രീഡ്. എൻ്റെ അത്യാഗ്രഹം കൊണ്ട് എനിക്ക് കണ്ണ് കാണാൻ വയ്യാണ്ടായി. ബട്ട് ദിസ് യങ് ഗേൾ ഹാസ് ഷോൺ മീ ദ എറർ ഓഫ് മൈ വേസ്. എൻ്റെ മുന്നിലുള്ള തെറ്റുകൾ എന്താണെന്ന് ഈ കുട്ടി എനിക്ക് കാണിച്ചു തന്നു. ഓക്കെ, ബട്ട് ദിസ് യങ് ഗേൾ ഹാസ് ഷോൺ മീ ദ എറർ ഓഫ് മൈ വേസ്. ഫ്രം ദിസ് ഡേ ഫോർവേഡ്. ഇന്ന് മുതൽ ഐ വോവ് ടു ബി ഹോണസ്റ്റ് മാൻ. ഞാനൊരു നല്ല സത്യസന്ധതയുള്ള മനുഷ്യനായിരിക്കും. ഐ വിൽ റിട്ടേൺ ദ പുവർ ഫാമേഴ്സ് വാഗൺ. അയാളുടെ പാവപ്പെട്ട ആ കർഷകൻ്റെ വാഗണ് ഞാൻ തിരിച്ചു കൊടുക്കും. ആൻഡ് ഐ പ്രോമിസ് ടു നെവർ ചീറ്റ് ഓർ ഡിസീവ് എനിവൺ അഗെയിൻ. ഞാൻ ആരെയും ഇനി ചീറ്റ് ചെയ്യുകയോ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യില്ല. ഓക്കെ.